പുറമെ വലിയ ഇഞ്ചുറി ഒന്നും കാണാനില്ല. CT സ്കാൻ എടുത്തിട്ടുണ്ട്, പക്ഷേ MRI കൂടി എടുക്കണം. തലയ്ക്കകത്ത് വല്ല പൊട്ടലോ ഇഞ്ചുറി ഉണ്ടോ എന്ന് അറിയണം. ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. അല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്തോളാം. മോനെ എന്താ അന്നേ ഞാൻ പറഞ്ഞതാ, ഓട്ടോ ഓടിക്കുന്നപ്പടി പെമ്പിള്ളേർക്ക് പറ്റിയതിനകത്ത് ആരും കേട്ടില്ല. ഇപ്പൊ കണ്ടല്ലോ, അനുഭവിച്ചോ. നിങ്ങളിങ്ങനെ മോളെ കണ്ടോ? ഏടെയാ ഓള് കിടക്കണത്? ഞാനത് പോയി നോക്കട്ടെ. നിങ്ങളിപ്പോൾ അങ്ങോട്ട് പോകണ്ട, കാണാരെ സമ്മതിക്കൂല. ആരാ എന്നെ തടയാൻ? ഇതിലും വലിയ ICU ഫ്രാൻസിലുണ്ട്, അവിടെ ആരും എന്നെ തടഞ്ഞിട്ടില്ല. ഞാനത് നോക്കട്ടെ. ഇപ്പൊ അടയ്ക്ക് പോണ്ടെന്നല്ലേ പറഞ്ഞു? ആ ആ മോനെ, നീ ആ കുഞ്ഞിനെ ഒന്ന് പോയി കാണുന്നില്ലേ? ഈ കുട്ടിയെ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലേ? എത്തിച്ചിനേനും പക്ഷേ അപ്പോഴത്തേക്ക് കുട്ടി സ്പോട്ടിൽ തന്നെ പോയി. ഇതിപ്പോൾ ബോഡി എപ്പോഴാണ് എടുക്കുക? വല്ലതും ആ നിൽക്കുന്ന ടീച്ചറുടെ ആങ്ങളെയാ, ഓനറിയാം. ഓ, ഓരോട് ചോദിക്ക്. എന്താ പേരാളുടെ? പേരെന്താ പുള്ളിയുടെ? നിവിൻ. നിവിൻ. പള്ളിയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ? അതൊക്കെ മൂപ്പർക്കറിയാം. എപ്പോഴാണ് അടക്കമൊക്കെ? മോളെ പപ്പ വരാണ്ട് ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഓ, ഓക്കെ. എന്താ എന്താ അയാളൊന്നും ശരിയല്ല. ദേവൻ, ഇപ്പം അകത്തോട്ട് കയറാൻ നിൽക്കണ്ട, പൊക്കോ. എന്നെ അറിയാം, കുഞ്ഞിനെ ഒന്ന്. എല്ലാം അറിയാം, അതാ പൊക്കോളാൻ പറഞ്ഞ. നീ പോകാൻ നോക്ക്. രാധികയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്? ആള് സ്റ്റേബിളാണ്. രാവിലെ ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറയാം. ശരി.
പറയുന്നത് ഒന്നും തിരിയുന്നില്ല. രാധിക എനിക്ക് പേടി വന്നു. രാധിക നിനക്കെന്ത് പറ്റി? ഷോക്കിൽ നിന്നുണ്ടാകുന്ന ഒരുതരം വിഭ്രാന്തി ഇത്. ആക്സിഡന്റ് കേസസിൽ സാധാരണ ഇത് സംഭവിക്കാറുള്ളതാ. ക്രമേണ അതങ്ങ് മാറിക്കോളും. എന്തായാലും കുറച്ച് ദിവസം കൂടെ ഇവിടെ കിടക്കണം. പിന്നെ ഒരു കാര്യം, ആ കുട്ടിയുടെ ഡെത്ത് തൽക്കാലം അറിയിക്കട്ടെ. സമയമാകുമ്പോൾ നമുക്ക് തന്നെ പറയാം. അമ്മേ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോന്നേ. മോനെ, ആടേന് ബാക്കി എത്ര കൊടുക്കേണ്ടി വരും? എന്നറിയാം. ഓക്ക് വേണ്ടി ഒരു വെള്ളാട്ടം നേർന്നിട്ടുണ്ട് ഞാൻ. ഭഗവതി കാത്തു. ഇറങ്ങണേ. സജീവ, നമ്മ എപ്പാ വീട്ടിൽ പോന്നെ? ഉടനെ പോവാം. എൽസിമോളെ സജീവനാന്നോ സ്കൂളിൽ കൊണ്ടാക്കുന്നത്? ഇവിടെ നിന്ന് ഇറങ്ങിയ എനിക്ക് എൽസിമോളെ പോയി കാണണം. എന്തായി? നാളെ ഡിസ്ചാർജ് ചെയ്യാന്നാ ഡോക്ടർ പറഞ്ഞത്. പരിമളം ഭഗവതി കാത്തു. വലിയ കുറെ ആയിക്കാണും. 10-15 ദിവസമായില്ലേ. സജീവൻ്റെ കാശുണ്ടോന്ന് ആർക്കറിയാം. ഓനെ ഇടയ്ക്ക് കുറെ പൈസ അടിച്ചിനി. നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ? ഞാൻ ബാങ്കിലുള്ള മുഴുവനും എടുത്തു. ഇതാ, ഇത് അലമാരെ കൊണ്ടുവയ്ക്ക്. നാളെ പോകുമ്പോൾ കൊടുക്കാം. ഡോക്ടർ, എവറിത്തിങ് ഇസ് ഓക്കെ. കുട്ടിയുടെ മരണം രാധിക അറിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ബട്ട് നോട്ട് എറ്റ് ഓവർ. ഇനി ഒരു ഷോക്ക് ഉണ്ടാവാതെ നോക്കണം. ഓക്കെ, വാ. എങ്ങനെ അറിയോ? ഓക്കെ, എൻ്റെ ചികിത്സയൊക്കെ കഴിഞ്ഞു. ഇനി സ്വയം വേണം ചികിത്സിക്കാൻ. കേട്ടോ? ഓൾ ദ ബെസ്റ്റ്. ശരി ശരി.